പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSA നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് HSA എന്ന് പറയുന്നത്. LPUP കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു പോസ്റ്റ് കൂടിയാണ് HSA എന്നായിരിക്കും വരിക തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാമായിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന HSA നോട്ടിഫിക്കേഷൻ വരുവാണ്. അതും ഈ വർഷം തന്നെ, അതായത് 2024 അവസാനിക്കാൻ പോവുകയാണല്ലോ. അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ HSA നോട്ടിഫിക്കേഷൻ എത്താൻ പോകുക എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്ക് ന്യൂസ് എന്താണെന്ന് നോക്കാം. 109 തസ്തികകളിൽ PSC വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസിലാണ് ഇന്ന് HSAയുടെ കാര്യം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് PSC ഓഡിറ്റ് വകുപ്പ് എന്നിവിടങ്ങളിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, ഹയർ സെക്കൻഡറി ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂടാതെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങി 109 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം തയ്യാറാക്കി. അപ്പോൾ 109 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം വരാൻ പോവുകയാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് HSA പോസ്റ്റുകളാണ് കേട്ടോ. മലയാളം, അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് HSA നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ 31 കേട്ടോ. ഡിസംബർ 31 ഗസ്റ്റ് പ്രസിദ്ധീകരിക്കും. ജനുവരി 29 വരെ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് HSA. അധ്യാപക മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് HSA എന്ന് പറയുന്നത്. അപ്പോൾ HSA വരികയാണ്. അപ്പോൾ നിങ്ങളൊരു സംശയം ചോദിക്കുക, അപ്പോൾ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരില്ലേ എന്ന്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസും ഇതിൻ്റെ കൂടെ കാണേണ്ടതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ന്യൂസ് പേപ്പറിൽ സോഷ്യൽ സയൻസ് കൊടുത്തിട്ടില്ല. ഇനി ഇവർ പ്രിൻറ്റ് ചെയ്തപ്പോൾ സോഷ്യൽ സയൻസ് പ്രിൻറ്റ് ചെയ്യാൻ വിട്ടുപോയതാണോ അതോ സോഷ്യൽ സയൻസ് ഇപ്പോൾ വരുന്നില്ലേ പിന്നെ കഴിഞ്ഞിട്ടാണോ വരുള്ളൂ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നിവയെല്ലാം ഡിസംബർ 31 വിജ്ഞാപനത്തിലുണ്ടായിരിക്കും. ജനുവരി 29 വരെ അപേക്ഷിക്കാനുള്ള ഡേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 31 സോഷ്യൽ സയൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ഒരുമിച്ച് ഏകദേശം അടുത്തടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് ഇതിൻ്റെ ഒപ്പം കാണുന്നതാണ്. അഥവാ ഡിസംബർ 31 വരുന്ന നോട്ടിഫിക്കേഷനിൽ സോഷ്യൽ സയൻസ് ഇല്ലെങ്കിൽ പോലും ഉടനെ തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ സോഷ്യൽ സയൻസും ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. കാരണം സോഷ്യൽ സയൻസും ഈ പറയുന്ന പോലെ വരാറായിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. ചിലപ്പോൾ ഡിസംബർ 31 വരുന്നതിൽ സോഷ്യൽ സയൻസും ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇല്ലെങ്കിൽ പോലും വരും 1-2 മാസങ്ങളിലുള്ളിൽ തന്നെ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ HSAക്ക് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾക്കറിയാലോ, ഈ HSA എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു HSA ആണ്. കാരണം ഇനിയൊരു HSA പരീക്ഷ ഉണ്ടാവില്ല. ഇത് അവസാന HSA ആണ്. 2030 ലയനം സംഭവിക്കുമ്പോൾ HSA എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നായിരിക്കും. അപ്പോൾ HSA പോസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അവസാന HSA പരീക്ഷയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഈ HSA തന്നെ കയറി പറ്റാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് BEd ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം HSA എന്ന് പറയുന്ന ഗ്ലാമറസ് പോസ്റ്റാണ്. BEd ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് പഠിച്ചതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് HSA പോസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി HSAക്ക് വേണ്ടി മലയാളംകാരായാലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഗണിതമാണെങ്കിലും നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ഒക്കെ ഒരുപാട് നാൾ കൂടിയാണ് ഫിസിക്കൽ സയൻസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, തയ്യാറെടുക്കുക. കോമ്പറ്റീഷൻ കൂടുതലുണ്ടായിരിക്കും. കാരണം ഇതൊരു അവസാന HSA ആയതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളും ശ്രമിക്കുക. HSAയിൽ LPUP പോലെ അത്ര വലിയ കട്ട് ഓഫ് ഒന്നും ഒരിക്കലും വരാറില്ല. അതുകൊണ്ട് തന്നെ എന്നോർത്ത് ഒന്നും പഠിക്കാതിരുന്നുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുക. കാരണം ഇനി ഒരു HSA വരുമ്പോൾ പഠിക്കാമെന്നൊക്കെ ഓർത്തിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പോയി പോട്ടെ ഇനി നോക്കാമെന്നൊക്കെ ഓർത്തിരുന്ന HSA പരീക്ഷയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ LPUP ഇനി വരുന്ന 2027, 26, 27 വരുന്ന LPUP BEd കഴിഞ്ഞവർ വിചാരിക്കുവാണ് 2026, 27 വരുന്ന LPUP ഇനി എഴുതിയെടുക്കാം. വെറുതെ HSAക്ക് പഠിച്ചിട്ട് കാര്യമുണ്ട്, പോസ്റ്റ് കുറവല്ലേ, ഒഴിവ് കുറവല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് വേറൊരു പ്രശ്നം വരാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഏതൊരു ഗവൺമെൻറ് ജോലിയിലും പ്രൊമോഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ എല്ലാ ജോലിയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു LPUP ആയിട്ട് കയറുകയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ
ഒരു കുട്ടി UP സ്കൂൾ അസിസ്റ്റൻ്റായിട്ട് കയറുകയാണ്. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BEd കേറ്റഡ് കാറ്റഗറി 3 പാസ്സായിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടിയുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ആ കുട്ടിക്ക് പ്രൊമോഷൻ കിട്ടും ഹൈസ്കൂളിലേക്ക്. അങ്ങനെയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അധ്യാപക മേഖലയിൽ ഈ പ്രൊമോഷനിൽ മാറ്റം വരാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ മാറ്റം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ മാറ്റം വന്നു കഴിഞ്ഞു. ഉടനടി 1, 2, 3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് കേരളത്തിലും അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ന്യൂസ് നമ്മളൊരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ആ കുട്ടി യോഗ്യത ഉണ്ടെങ്കിൽ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹൈസ്കൂളിലേക്ക് എന്ത് ചെയ്യും, പ്രൊമോഷൻ കിട്ടും. പക്ഷേ അധ്യാപക മേഖലയിൽ ഇനി അങ്ങനെ പ്രൊമോഷൻ ഇല്ലാതാവാൻ പോവുകയാണ്. കാരണം നമ്മൾ UP സ്കൂൾ അസിസ്റ്റൻ്റായിട്ട് കയറിയിട്ട് പിന്നീട് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ പ്രത്യേക പരീക്ഷ എഴുതി ജയിച്ച് ഇൻ്റർവ്യൂ കൂടി പാസ്സായെങ്കിൽ മാത്രമേ ഇനി ഒരു പ്രൊമോഷൻ സാധ്യത ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ അഡോപ്റ്റ് ചെയ്ത് 1, 2, 3 സംസ്ഥാനങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലും വൈകാതെ വരും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് വീണ്ടും HSAയിലേക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു HSA തന്നെ പിടിക്കാൻ നോക്കുക. HSAയിൽ എങ്ങനെയെങ്കിലും ശ്രമിക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും മനസ്സിലുള്ളത് അപ്പോൾ ഒരു കാര്യത്തിൽ വേക്കൻസി കുറവല്ലേ എന്നുള്ളത്. വേക്കൻസി LP UPനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സത്യം തന്നെയാണ്, അത് ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. LP UPനെ കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസിയുടെ എണ്ണം കുറവ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ടോപ്പ് ഒരു 50 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ട്. അതില്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷേ നിങ്ങൾ ഞാൻ പഠിക്കുന്നില്ല, അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഓർത്ത് നിങ്ങൾ പുറകോട്ട് പോകുന്തോറും വേറൊരാൾ കയറി പോകാനുള്ള സാധ്യതയുള്ളൂ. നിങ്ങൾക്കും കഴിവുണ്ട്, നിങ്ങളെക്കൊണ്ടും പറ്റും. ശ്രമിച്ചാൽ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക, മാക്സിമം അതിലേക്ക് എഫേർട്ട് ഇടുക. അപ്പോൾ നമുക്ക് HSA സോഷ്യൽ സയൻസിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ ആരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്കും 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ മാക്സിമം HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. LP UP വിഷയം 2026-27 ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്. അപ്പോൾ HSA നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് HSA പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, പഠിച്ചു തുടങ്ങാൻ ഇരിക്കുന്നവരും ഉണ്ടാവും. എന്ത് തന്നെയായാലും നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ HSAയുടെ ക്ലാസ്സുകളായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും ഈവനിങ് നമ്മൾ ഇനി HSAയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് HSA ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ, എന്നാലേ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ അടുത്ത മൺഡേ മുതൽ നമ്മൾ HSA ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും രാത്രി 7 മണിക്കും 8 മണിക്കും ഇടയിലായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. മറക്കാതെ കാണുക.